Hey folks, welcome to another episode of Turbo Drive. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാരുതിയുടെ ഏറ്റവും പുതിയ വിക്ടോറിയസ് ആണ്. മാരുതിയുടെ ലൈനപ്പിലേക്ക് പുതുതായിട്ട് ആഡാകാൻ പോകുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് SUV ആയിരിക്കും വിക്ടോറിയസ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം ഒരു പ്ലാറ്റ്ഫോമിലും ഒരു ലെങ്തിലും വരുന്ന ഒരു വാഹനമാണെങ്കിൽ പോലും ഇത് അരീന ഡീലർഷിപ്പ് വഴിയായിരിക്കും നമുക്ക് ലഭിക്കുക. നിലവിൽ ഗ്രാൻഡ് വിറ്റാര നമുക്ക് ലഭിക്കുന്നത് നെക്സ ഡീലർഷിപ്പ് വഴി ആയതുകൊണ്ടാണ് അരീന ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് മാരുതി ഇങ്ങനെ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ വളരെയധികം ടെക്നോളജി പരമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ള പുതിയൊരു ഡിസൈൻ പാറ്റേൺ, പുതിയൊരു ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വിക്ടോറിയസ് എന്ന് പറയുന്നത്. ഡിസൈൻ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഡിസൈൻ ഫിലോസഫി ഫോളോ ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വിക്ടോറിയസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ചില ജർമ്മൻ വാഹനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു DRL ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേണിൻ്റെ വേറൊരു ഡിസൈൻ പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഹെഡ്ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ട് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കിന് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗ്രിൽ ഏരിയ ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ക്യാമറയുടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ലെവൽ 2 ADAS ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് മാരുതിയുടെ ലൈനപ്പിൽ ADAS ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാഹനം അവതരിപ്പിക്കുന്നത്. അത് വിക്ടോറിയസിലാണ്. ആൻഡ് ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു സിൽവർ എലമെന്റിലുള്ള സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു കളർ പാറ്റേണും കൂടി മാരുതി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ ഒരു റെഡ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡിന്റെയും ഒരു ബ്ലാക്കിന്റെ എലമെന്റിലുള്ള ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലുള്ള ഈ ഒരു കളർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കൂടിയാണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു വീലാർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ബ്ലാക്ക് എലമെന്റിന്റെ ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് വലിപ്പമുള്ള വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. പുതിയൊരു അലോയ് വീൽ പാറ്റേണിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൈഡ് വ്യൂ മിററിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ എൻഡിലേക്ക് വരുന്ന സമയത്ത് ബ്രസീലിൽ നിന്നും വിക്ടോറിയസിലേക്ക് വന്നതിന്റെ എല്ലാവിധ എലമെന്റ്സും എവിഡന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു റൂഫ് ലൈനോട് കൂടി എൻഡ് ചെയ്യുന്ന ഒരു പിൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. വിക്ടോറിയസിന്റെ ടെയിൽ ഭാഗത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു ഫ്രഷ് ഡിസൈൻ പാറ്റേൺ ആണ് മാരുതി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കാണുമ്പോൾ ചില വാഹനങ്ങളുമായിട്ടൊക്കെ സാമ്യം തോന്നുമെങ്കിൽ പോലും മാരുതിയുടെ ലൈനപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പാറ്റേൺ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. രണ്ട് എൻഡിലെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ പാറ്റേണിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും മാരുതി അവകാശപ്പെടുന്നത് സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറായിട്ടാണ്. ജസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റ് കൂടിയാണ് മാരുതി വിക്ടോറിയസിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബൂട്ട് ഏരിയ തന്നെയാണ് വിക്ടോറിയസിൽ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ CNG മോഡലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നോർമൽ CNG മോഡലിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഈ ഒരു വിക്ടോറിയസിൽ വന്നപ്പോൾ. അണ്ടർ ബോഡി CNG ടാങ്കായിട്ടാണ് മാരുതി ഇതിനെ കൊടുത്തിരിക്കുന്നത്. അതായത് വാഹനത്തിന്റെ അടിഭാഗത്തായിട്ട് CNG ടാങ്ക് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു സെയിം ബൂട്ട് സ്പേസ് തന്നെ CNG മോഡൽ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു ലഗേജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, നല്ല ബൂട്ട് സ്പേസ് കിട്ടുന്ന, നമ്മുടെ യൂട്ടിലിറ്റി പർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് വിക്ടോറിയസിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. വിക്ടോറിയസിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയറും ഒരു ഡാഷ്ബോർഡ് ലേഔട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺസിന്റെ ഒരു പ്ലേസ്മെന്റും ടച്ച് ആൻഡ് ഫീലും കമ്പയറിംഗ് ടു പ്രീവിയസ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മേ ബി ഒരു പക്ഷേ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് പുതിയ ഗ്രാൻഡ് വിറ്റാരയിലോ അല്ലെങ്കിൽ പുതിയ മാരുതിയുടെ മോഡൽസിലോ നമുക്ക് ലഭിക്കും. ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ലേഔട്ടും മാറിയിട്ടുണ്ട്. ഇതിലെ ഇന്റർഫേസും ഇതിലെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും മാറിയിട്ടുണ്ട്. മേ ബി ഒരു പക്ഷേ ഇതും പുതിയ മാരുതിയുടെ മോഡൽസിൽ നമുക്ക് ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഹർമന്റെ ഇൻഫിനിറ്റി മ്യൂസിക് സിസ്റ്റം മാരുതി കൊടുത്തിട്ടുണ്ട്. അത്രയധികം ടെക്നോളജി പരമായിട്ട് ഫീച്ചേഴ്സ് വൈസും അപ്ഡേറ്റ് ചെയ്തിട്ടാണ് പുതിയ വിക്ടോറിയസിനെ മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലേയേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബ്ലാക്കിന്റെ ഒരു ഡാഷ്ബോർഡ് കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടെക്സ്ചർ ഫിനിഷും അത്യാവശ്യം നല്ല ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്ന ഒരു എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതും നമ്മൾ ആ ഒരു ഗ്രാൻഡ് വിറ്റാര മോഡൽസ് കണ്ടിരിക്കുന്ന ഒരു സെയിം പാറ്റേൺ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് CNGയിലും സ്ട്രോങ് ഹൈബ്രിഡിലും സ്മാർട്ട് ഹൈബ്രിഡിലും ഈ ഒരു
വിക്ടോറിയസ് നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്, കൂടാതെ സ്റ്റോറേജ് സ്പേസും മൾട്ടിപ്പിൾ ചാർജിംഗ് പോർട്സും വരുന്നുണ്ട്. ആൻഡ് AC പാനലിൻ്റെ ബട്ടൺസ് എല്ലാം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. കമ്പയറിംഗ് ടു പ്രീവിയസ് മാരുതിയുടെ എല്ലാ മോഡൽസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും പുതിയ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എയ്റോസ്പേസ് ഇൻസ്പയർഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺട്രോൾസിലുള്ള ഒരു സ്വിച്ചാണ് വരുന്നത്. ആൻഡ് പനോരാമിക് സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് സൺ ബ്ലൈൻഡ് ആ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ കൊടുത്തിരിക്കുന്ന ഒരു സെയിം വളരെ കട്ടിയില്ലാത്ത ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓട്ടോ IRVM നമുക്ക് വരുന്നുണ്ട്. കൂടാതെ പവർ ടെയിൽ ഗേറ്റ്, എയ്ഡാസ് പോലുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബട്ടൺസ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ഡ്രൈവർ സീറ്റ്, കോ പാസഞ്ചർ സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. ഓവറോൾ ക്യാബിൻ എക്സ്പീരിയൻസ് 100 മാർക്ക് തന്നെ കൊടുക്കാം. അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടും ടെക്നോളജി പരമായിട്ട് മുമ്പിൽ നിൽക്കുന്ന മറ്റു മോഡൽസുമായിട്ട്, ഇതിൻ്റെ കോമ്പറ്റീറ്റർ മോഡൽസുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസും ഒരു ഡാഷ്ബോർഡ് ലേഔട്ടും ഒരു ക്യാബിൻ എക്സ്പീരിയൻസുമാണ് മാരുതി വിക്ടോറിയസിലൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നത്. വിക്ടോറിയസിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ് മാരുതി വിക്ടോറിയസിൽ കൊടുത്തിരിക്കുന്നത്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റും സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള പാക്കേജാണ് മാരുതി കൊടുത്തിരിക്കുന്നത്. നടുവിൽ ഒരു ആംറെസ്റ്റ് ഉണ്ട്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ സീറ്റ് പാറ്റേൺ ഒരു പ്രീമിയം ഫീൽ നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ ഡോർ പാർട്സിൽ കൊടുത്തിരിക്കുന്ന ട്രിംസ് ഒക്കെ ആണെങ്കിലും ടെക്സ്റ്റേഴ്സ് ആണെങ്കിലും ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ കിട്ടുന്ന പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലാണ് വിക്ടോറിയസിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. നമുക്ക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് റീഡിംഗ് ലാമ്പും വരുന്നുണ്ട്. സൺ ബ്ലൈൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. പിൻഭാഗത്തെ AC വെൻസ് വരുന്നുണ്ട്, ചാർജിംഗ് പോർട്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ നല്ല അണ്ടർത്തെ സപ്പോർട്ടും നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റൂം ലഭിക്കുന്ന രീതിയിലാണ് മാരുതി വിക്ടോറിയസിന്റെ സെക്കൻഡ് റോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ K15 സീരീസിൽ പെടുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡും CNGയിലും അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡും ലഭിക്കുന്നുണ്ട്. 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലും അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവലാണ് ലഭിക്കുക. ആൻഡ് ഇതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് മാരുതി കൊടുത്തിട്ടുണ്ട്. മാരുതിയുടെ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റ് ഫസ്റ്റ് മാരുതി ഇതുവരെ കൊടുക്കാത്ത എയ്ഡാസ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ ടെയിൽ ഗേറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിലൊരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ക്യാബിൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. മേ ബി പുതിയ ഗ്രാൻഡ് വിറ്റാര വരുമ്പോൾ നമുക്ക് ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ പ്രതീക്ഷയാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 5 സ്പീഡ് മാനുവലാണ്. നല്ല ഒരു ഗിയർ റേഷ്യോ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ട്രാൻസ്മിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റിയറിംഗ് ഒന്ന് റീവർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലെ ഇൻപുട്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ബട്ടൺസിന്റെ പ്ലേസ്മെന്റ് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ബെറ്റർ ഫീഡ്ബാക്ക് തരുന്ന ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിന്റെ ലേഔട്ട് സെയിം തന്നെയാണെങ്കിലും പക്ഷേ സ്റ്റിയറിംഗിന് ഒരു ഫീഡ്ബാക്ക് കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു റൈഡ് എക്സ്പീരിയൻസ് ആയിട്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് നിലവിൽ ഈ ഒരു വിക്ടോറിയസിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ മൈലേജ് ഫിഗറിലേക്ക് വരികയാണെങ്കിൽ 21 കിലോമീറ്റർ മാനുവലിനും 22 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ അതൊരു 28 കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്യുന്ന മൈലേജ്. എഞ്ചിൻ ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ 103 PS പവറും 139 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന 1.5 ലിറ്റർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ 92 PS പവറും 122 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹൈബ്രിഡ് മോട്ടറിലേക്ക് വരുമ്പോൾ അഡീഷണൽ ഒരു 80 PS പവറും സോ ടോട്ടൽ ഒരു 141 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സസ്പെൻഷൻ ട്യൂണിങ് ബെറ്റർ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ഓൾ ഗ്രിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി. ആ ഓൾ ഗ്രിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെറൈൻസിലൂടെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നല്ല ഒരു സസ്പെൻഷൻ ഫീഡ്ബാക്ക്, നല്ല ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കൂടാതെ ഗ്ലോബൽ എൻക്യാപ്പിലും ഭാരത് എൻക്യാപ്പിലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേരിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. റീസെൻ്റ്ലി നമുക്കറിയാം മാരുതിയുടെ വാഹനങ്ങളിലെല്ലാം, അതായത് ഡിസയർ പോലുള്ള വാഹനങ്ങളിൽ പോലും നമുക്കൊരു ബെറ്റർ സേഫ്റ്റി റേറ്റിംഗ് മാരുതി എൻഷുർ ചെയ്യുന്നുണ്ട്. സോ സേഫ്റ്റി വൈസ് നോക്കുമ്പോഴും നല്ല ഒരു സ്ട്രോങ് ഷാസി അല്ലെങ്കിൽ നല്ലൊരു സേഫ്റ്റി ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫിഗേഴ്സ് കാഴ്ചവെക്കുന്ന ഒരു വാഹനം കൂടിയായി മാറിയിരിക്കുകയാണ് വിക്ടോറിയസ്. ആൻഡ് ടെക് പരമായിട്ടും ഫീച്ചേഴ്സ് പരമായിട്ടും നോക്കുമ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ ലീഡ് ചെയ്യുന്ന ഒരു വാഹനമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഇനി പ്രൈസ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിലും 10.45 lakhs-നാണ് ഏറ്റവും ബേസ് വേരിയന്റ് ലോഞ്ച് ആയിരിക്കുന്നത്. എക്സ്ഷോറൂം വിലയാണ്. സോ അതൊരു 19 ലക്ഷം രൂപ വരെ ടോപ്പ് എൻഡിലേക്ക് പോകുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു എയ്ഡാസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ലഭിക്കുക. എങ്കിൽ പോലും ഹൈബ്രിഡ് വേരിയന്റ് നമുക്കൊരു 16 lakhs തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയായി മാറിയിരിക്കുകയാണ് വിക്ടോറിയസ്.
ആൻഡ് എയ്ഡാസ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴും അത്യാവശ്യം നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ. പക്ഷേ എയ്ഡാസിന്റെ ഒരു ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ലൈൻ മാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയ്ഡാസിന്റെ ഒരു 100% അതിന്റെ ഒരു യൂസ് നമുക്ക് ലഭിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ലൈൻ മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. എസ്പെഷ്യലി എമർജൻസി ബ്രേക്കിംഗും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ട് മാറിയിരിക്കുകയാണ്. ഇവൻ ഓൾ ഗ്രിപ്പ് നോക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങും നല്ല ഒരു ട്രാക്ഷൻ ടെറൈൻ കൺട്രോൾസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വിക്ടോറിയസ് എക്സ്പീരിയൻസിലാണ്. അതായത് മാരുതി സുസുക്കി വിക്ടോറിയസിന്റെ ഓൾ ഗ്രിപ്പ് കേപ്പബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിരവധി ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. നമുക്കറിയാം നിരവധി ട്രാക്ഷൻ മോഡുകൾ ഓൾ ഗ്രിപ്പ് എന്ന പേരിൽ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ നിരവധി ട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മോഡാണ് നമുക്ക് ഓൾ ഗ്രിപ്പ് മാരുതി മറ്റുള്ള വാഹനത്തിലെല്ലാം തന്നിരിക്കുന്നത്. അതായത് ഗ്രാൻഡ് വിറ്റാര, ഈവൻ ജിംനി പോലുള്ള വാഹനങ്ങൾ പോലും നമുക്ക് കിട്ടുന്ന ഒരു വേരിയൻ്റാണ് ഓൾ ഗ്രിപ്പ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കേപ്പബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്ക് ബെഡ് ഉണ്ട്, പോർട്ട് ഹോൾസ് ഉണ്ട്, ട്രിപ്പ് ഓവർ ഉണ്ട്, ഡിസെൻറ്റ് അസെൻറ്റ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിക്കുലേഷൻ ടെസ്റ്റ് ഉണ്ട്, കർബ് സ്റ്റോൺസ് ഉണ്ട്. ഇങ്ങനെ നിരവധി ഒബ്സ്റ്റക്കിൾസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒബ്സ്റ്റക്കിൾസിൽ വിക്ടോറിയസ് എങ്ങനെ ഓൾ ഗ്രിപ്പിലൂടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ ടാക്കിൾ ചെയ്യാൻ പോവാണ്. സോ റോക്ക് ബെഡ് ആണ്. സോ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ, ട്രാവലും അതിൻ്റെ ഒരു ടെസ്റ്റ് നമുക്കൊന്ന് അറിയാം. സോ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ചിലപ്പം നമുക്കിത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഒബ്സ്റ്റക്കിളും കൂടിയാണ്, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ. സോ ത്രോട്ടിൽ റെസ്പോൺസ് നമ്മൾ ഇച്ചിരി കുറച്ച് കൂടുതൽ കൊടുത്താലും വളരെ ഈസി ആയിട്ടും വളരെ കംഫർട്ടായിട്ടും നമുക്ക് ഈ ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒബ്സ്റ്റക്കിൾ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് പോർട്ട് ഹോൾസ് ആണ്. ഇതും നമ്മുടെ റോഡ്സിൽ നമ്മൾ ഡെയിലി ടാക്കിൾ ചെയ്യുന്നതാണ്. സോ വിക്ടോറിയസിൻ്റെ ഈ ഒരു ഓൾ ഗ്രിപ്പ് എക്സ്പീരിയൻസിൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മളിപ്പോൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ടെറൈൻ മോഡ്സും ഈ ഒരു 360 പാർക്കിംഗ് ക്യാമറയാണ്. ബിക്കോസ് നമുക്ക് ഇതിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല. സോ ആ ഒരു സമയത്ത് ഈ ഒരു 360 പാർക്കിംഗ് ക്യാമറ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ വി ആർ ഗോയിങ് ടു ടാക്കിൾ ദിസ് ഒബ്സ്റ്റക്കിൾ. Right. Okay. You can brake here. Okay. Open the door to see. Okay. So നമ്മളിപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഒരു റിജിഡ് നേച്ചർ നോക്കാൻ വേണ്ടിയിട്ട്. സോ യാ ഇറ്റ്സ് ഗുഡ്. വളരെ ഈസിലി നമ്മൾ ഈ ഒരു ഒബ്സ്റ്റക്കിൾ ടാക്കിൾ ചെയ്ത്. സോ നമ്മളിപ്പോൾ ഇനി മോഡ് മാറ്റുകയാണ്. സോ ഇൻ സ്നോ മോഡ്, ബിക്കോസ് ട്രാക്ഷനിൽ നമുക്കൊരു ലോസ് വരാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നോ മോഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഒബ്സ്റ്റക്കിളും കഴിഞ്ഞു. സോ ഇനി നമ്മൾ ആർട്ടിക്കുലേഷനിലേക്ക് പോവാണ്. സോ ആർട്ടിക്കുലേഷൻ നമുക്ക് സസ്പെൻഷൻ്റെ ട്രാവലും ആ ഒരു 4 വീലിലേക്കുള്ള ഒരു ആർട്ടിക്കുലേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ അടുത്ത ഒരു 2 ആർട്ടിക്കുലേഷൻ ടെസ്റ്റ് കുറച്ച് ഡീപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മോഡ് മാറ്റുകയാണ്. ദെൻ വി ആർ ലോക്കിംഗ് ദി ഓൾ ഗ്രിപ്പ്. സോ ത്രോട്ടിൽ കൊടുക്കുകയാണ്. സോ ഇനി കർബ് സ്റ്റോൺ ആണ്. സോ ഇവിടെ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് ത്രോട്ടിൽ കൊടുക്കുകയാണ്. സസ്പെൻഷൻ്റെ ആ ഒരു കംഫർട്ടും ട്രാവലും അറിയാൻ വേണ്ടിയിട്ട്. സോ ഇനി സൈഡ് ഡീപ്പായിട്ടുള്ള ഒബ്സ്റ്റക്കിളാണ്. എങ്ങനെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ട്രാവലും കറക്റ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. Right. That's it. Yeah.
Yeah. So we passed the all grip victorious experience. ആൻഡ് മാരുതി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഗോട്ട് ഇറ്റ് ഓൾ എന്നാണ്. അതായത് എല്ലാ ഗോട്ട് ഇറ്റ് ഓൾ, അതായത് ഈ വാഹനത്തിന് ഇനി ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മാരുതി ഈ ഒരു വാഹനത്തിനെ മാർക്കറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ എല്ലാ എലമെന്റ്സ് നോക്കുമ്പോഴും ഇപ്പം ടെക് വൈസും കംഫർട്ട് വൈസും ഫീച്ചേഴ്സ് വൈസും ഇതിന്റെ പ്രൈസ് നോക്കുന്ന സമയത്ത്, ഇതിന്റെ പ്ലേസ്മെന്റ് നോക്കുന്ന സമയത്തും, ഇതിന്റെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ നോക്കുന്ന സമയത്തും ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ സാധാരണ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് മാരുതി ഒരു വാഹനത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വാഹനം മാരുതിയുടെ ഒരു ഗെയിം ചേഞ്ചർ ആയി മാറാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്തും, മാരുതിയുടെ റിലയബിലിറ്റി നോക്കുന്ന സമയത്തും, സർവീസ് സെന്റേഴ്സ് നോക്കുന്ന സമയത്തും, ഇതിന്റെ റീസെയിൽ വാല്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്ന സമയത്തും നമുക്ക് കുറച്ചുകൂടി വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് മറ്റു തലവേദനകളൊന്നും തന്നെ തരാത്ത ഒരു ബ്രാൻഡായി അല്ലെങ്കിൽ ഒരു മോഡലായി ഈ ഒരു വാഹനം മാറുമെന്നത് 100% ഉറപ്പാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിക്ടോറീസ് ഒരു വിക്ടറി ആയി മാറുമോ എന്നുള്ളത് കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.